ഹലോ കൂട്ടുകാരെ, നമ്മുടെ യോഗ്യതം ഡയറീസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സഹായിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ നോക്കുമ്പോൾ കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നാണ് നമുക്ക് ഒരു ഇത് കിട്ടുന്നത്, അതിൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ വീഡിയോസ് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സഹായിക്കുക. ഇപ്പോൾ മോനിപ്പോൾ UKG-യിലാണ്, ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഇനി അവൻ്റെ വീഡിയോസൊക്കെ കുറച്ച് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. അതായത് ഡേ ടു ഡേ ലൈഫിൽ വീഡിയോസൊക്കെ എടുത്തിടാം, പക്ഷേ റീൽസൊക്കെ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് ഇനി പുറകോട്ട് വലിക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ പിന്നെ അത് സ്റ്റഡീസിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ എല്ലാവരും കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയമാണ്. പിന്നെ 2 മാസം എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു കൺവട്ടത്തുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾ വീട്ടിൽ പോലും സുരക്ഷിതരല്ല എന്നാണ് നമ്മുടെ ഒരു സമൂഹം ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വീട്ടിലും അതുപോലെ നമുക്ക് വീട്ടിലുള്ളവർ ആദ്യം വിശ്വസിക്കാതിരിക്കുക അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ അമ്മമാർക്ക് അല്ലെങ്കിൽ പാരൻസിന് എപ്പോഴും കുട്ടികളുടെ അടുത്ത് ഒരു എക്സ്ട്രാ കെയർ എപ്പോഴും നമ്മൾ കൊടുക്കണം. അവരവിടെ സുരക്ഷിതരായിരിക്കും എന്നുള്ളൊരു തോന്നലിൽ നമ്മളിരിക്കരുത്. അതിപ്പോൾ സ്കൂളിലാണെങ്കിലും പോകുന്ന വണ്ടിയിലാണെങ്കിലും പോകുന്ന വഴിക്കാണെങ്കിലും കൂടെയുള്ളവരാണെങ്കിലും നമ്മളെപ്പോഴും അത് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കുട്ടിയിൽ നിന്ന് തന്നെ ചോദിച്ചറിയാൻ ശ്രമിക്കണം. അതുകൂടാതെ നമ്മൾക്ക് അതിലൊരു ഒരു ഫോളോ അപ്പ് പോലെ അത് എല്ലാ ദിവസവും എന്ന പോലെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പോൾ പല പാരൻസിനും ജോലിയും അങ്ങനെ പല തിരക്കൊക്കെ ഉണ്ടാകും. പക്ഷേ എന്താണെങ്കിലും ഒരു ഹാഫ് ആൻ അവർ അങ്ങനെ ഒരു ക്വാളിറ്റി ടൈം നമ്മൾ കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അത് വ്യക്തമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയണം. അങ്ങനെ നമ്മൾ നിരന്തരമായിട്ടൊരു ശീലം കൊണ്ടുവന്നാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ തിരക്കിലായി പോയാൽ അവർ നമ്മുടെ അടുത്ത് വന്ന് ആ കാര്യങ്ങളെല്ലാം പറയും. അതൊരു തുടക്കം തൊട്ടേ അത് ശീലിച്ച് വന്നാലേ അത് പിന്നീട് അത് പോകുള്ളൂ. നമ്മൾ ആദ്യം അങ്ങ് ശ്രദ്ധിക്കാതെ പോയാൽ പിന്നെ അവർക്കും അതൊരു ശീലമാകും, അതങ്ങനെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ റുട്ടീനായിട്ട് തന്നെ നമ്മൾ കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനൊക്കെ ശ്രമിക്കണം. അതായത് ഇപ്പോൾ LP സ്കൂളിലെ കുട്ടികളെ തൊട്ട് നമ്മൾ ലഹരിയുടെ ഇതിൽ നിന്നൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ മിഠായിയുടെ രൂപത്തിലൊക്കെ ലഹരി പദാർത്ഥങ്ങൾ കുട്ടികളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് അവരുടെ ബാഗ് ചെക്ക് ചെയ്യണം. അതുകൂടാതെ തന്നെ അവർ പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാനും ആരെയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് കുട്ടികളുടെ പുറകെ പോകാനോ എപ്പോഴും അത് ഫോളോ ചെയ്ത് നടക്കാനൊന്നും ഒരു പാരൻസിനെ കൊണ്ടും പറ്റത്തില്ല. നമ്മളപ്പോൾ അവരെ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് മാത്രമേ നമുക്ക് ഒരു പോംവഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ പാരൻസും നിരന്തരമായി ബാഗ് ചെക്ക് ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കണം. തുടക്കം തന്നെ ശ്രമിക്കണം. ഇപ്പോൾ ഈ സ്കൂൾ തുടങ്ങിയപ്പോൾ അവർക്കൊരു റുട്ടീൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. നമ്മളിപ്പോൾ ഹോംവർക്ക് ചെയ്യുന്ന കാര്യമാണെങ്കിലും വന്ന ഉടനെ അത് കൃത്യമായിട്ട് ഇരുത്തി എഴുതിക്കും. അതുപോലെ തന്നെ നമ്മളതും ചെയ്യുക. ഇപ്പോൾ ജോലിക്ക് പോയിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് കുട്ടികളോട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതായത് കുട്ടിക്ക് മാത്രമായിട്ട് നമ്മൾ നമ്മുടെ വർക്കിനും വീട്ടിലെ ജോലിക്കിടയിലൊക്കെ അവരോട് സംസാരിക്കും, ഫുഡ് കൊടുക്കും, അങ്ങനെ. അതിനോടൊപ്പം തന്നെ കുറച്ച് നേരം അവരുടെ അടുത്തിരുന്ന് പുതിയതായിട്ട് സ്കൂളിൽ പോയി കുട്ടികളൊക്കെ പ്രത്യേകിച്ച് അപ്പോൾ നമ്മൾ അടുത്തിരുന്ന് ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഓരോ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ച് അറിയാൻ ശ്രമിച്ചാൽ പിന്നീട് അവർ നമുക്ക് ഓരോന്നും അവർ നമ്മളോട് വന്ന് പറയും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ മോനോടൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ ആദ്യം അവർക്കത് മനസ്സിലാകാത്ത പോലെ അവർ കാണിക്കുമെങ്കിലും പിന്നീട് നമുക്ക് അതിൽ നിന്നൊരു അവരുടെ വന്നൊരു റെസ്പോൺസ് നമുക്ക് വന്നു തുടങ്ങും. അതായത് കൃത്യമായിട്ടൊരു ഇപ്പോൾ ആദ്യം നമ്മൾ പറയുമ്പോൾ അവർ കേൾക്കാത്ത മട്ടിലൊക്കെ നിൽക്കും, അത് ശ്രദ്ധിക്കാത്ത മട്ടിലൊക്കെ നിൽക്കും. പക്ഷെ പിന്നീട് അവരുടെ പ്രവൃത്തികൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നത് അവരത് മുഖവിലേക്ക് എടുത്താണ് ചെയ്യുന്നത്. പിന്നെ കുസൃതികൾ എല്ലാം ഉണ്ട്. ഇപ്പോൾ എൻ്റെ മോനൊക്കെ ഒരു 5 വയസ്സ് കഴിഞ്ഞ് 6ാമത്തെ വയസ്സിലേക്കാണ്. ഒരു കുസൃതിയുടെ അങ്ങേറ്റം എന്ന് പറഞ്ഞൊരു പിരിപിരിപ്പാണ്. ചില സമയം നമുക്കവിടെ ഒരു കൺട്രോളിൽ നിൽക്കാത്തൊരു കുസൃതിയൊക്കെയാണ്. എന്നാലും നമ്മളത് മാനേജ് ചെയ്ത് പോകാൻ നമുക്കത് പറ്റണമല്ലോ. അപ്പം അങ്ങനെ മുന്നോട്ട് പോകും. അതവരുടെ ഓരോ പ്രായത്തിൻ്റെയാണ്. അതിനിടയിൽ നമുക്ക് അവരെ ഈ സമൂഹത്തിനെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും സാധിക്കണം. കൂടുതലും നമുക്ക് പാരൻസിനും ടീച്ചേഴ്സിനുമാണ് പറ്റുന്നത്. ടീച്ചേഴ്സിന് ഇപ്പോൾ അവരുടെ കുട്ടികളെ അവരവിടെ ശ്രദ്ധിക്കും. പക്ഷെ അവർക്കൊരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും ശ്രദ്ധിക്കണം. നമുക്ക് അങ്ങനെ നമ്മുടെ വീട്ടിലെ 2 കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി. 2ഓ 3ഓ എത്രയോ അതിൽ താഴെയോ അത്രയുള്ള കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മൾ അത്രയും ശ്രദ്ധ കൊടുത്താൽ അതിൻ്റെ കൂടുതൽ എഫക്റ്റ് നമുക്ക് കുട്ടികളിൽ ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുന്നതിനേക്കാൾ അധികം ശ്രദ്ധിക്കാൻ നമുക്കാണ് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ അതൊരു റുട്ടീനായിട്ട് എടുക്കാൻ അവരെയും കൂടി ശീലിപ്പിക്കുക. പോകുന്ന വഴിക്കുള്ള കാര്യങ്ങൾ നമ്മളോട് വന്ന് പറയാനും നമ്മൾ ഡെയിലി അവരുടെ ബാഗും ബുക്കും ബോക്സും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതും അവർക്കൊരു ശീലമാകും.
നമ്മൾ ചെയ്യണത്. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ബാഗ് ചെക്ക് ചെയ്യാനൊക്കെ ചെല്ലുമ്പോൾ പിള്ളേർക്ക് അത് എന്താണെന്ന് മനസ്സിലാവില്ല. കുഞ്ഞുങ്ങൾക്കല്ല, മുതിർന്ന കുട്ടികൾക്ക്. അപ്പോൾ നമ്മളത് ശീലമാക്കി കൊണ്ടുപോവുക. നമ്മളമ്മമാർക്ക് നമുക്ക് കുറേ സമൂഹത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. എന്ന് വെച്ചാൽ ഒരമ്മക്ക് 2 കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ മതി. ആ കുട്ടികളെ നമുക്ക് നന്നായിട്ട് നോക്കാൻ സാധിച്ചാൽ അതിൻ്റെ ഗുണം നമ്മുടെ കുടുംബത്തിനും അതുപോലെ സമൂഹത്തിനും ഉണ്ടാവും. എന്നുവെച്ചാൽ നിയമത്തിൻ്റെ ഉള്ളവർക്ക്, സ്കൂളിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു പരിധി വരെ അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരിൽ നിന്നും ചോദിച്ചറിയാനും അവരുടെ കാര്യങ്ങൾ തിരക്കാനും അവരുടെ ബാഗുകളും മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനും ഒക്കെ നമ്മളൊരു സമയം കണ്ടെത്തുക. ഇപ്പോൾ സ്റ്റാർട്ടിങ് ആണ്, ഇന്ന് സ്കൂൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം തൊട്ട് നമ്മളത് ശ്രമിച്ചാൽ നമുക്കത് ഭാവിയിൽ നമുക്ക് കുറേ കൂടി അത് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനൊരു അമ്മയാണ്. അപ്പം എനിക്കും ഒരു ആശങ്കയുണ്ട്. എല്ലാവർക്കുള്ള ആശങ്ക തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിലാണ്, എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും എൻ്റെ കുഞ്ഞിൻ്റെയൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മൈക്കിൻ്റെ ഒരു കുറവുണ്ട്, അപ്പോൾ സൗണ്ടൊക്കെ കുറച്ച് കുറവാണെങ്കിൽ നമുക്കതൊക്കെ ഭേദപ്പെടുത്തി പുതിയ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.